ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു തകർച്ച ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന് അറിയാതെ റൂമിൽ തനിച്ചിരുന്ന് തല പുകഞ്ഞ സമയത്ത് നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം പേരും ആ അവസ്ഥയിൽ ദൈവത്തോടോ പ്രപഞ്ചത്തോടോ ചോദിക്കുന്നത് എന്തായിരിക്കും? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ സങ്കടം തരുന്നു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്ക് ആ സ്നേഹം വേണം, എനിക്ക് ആ ജോലി വേണം, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കാറുള്ളത്, അല്ലേ? പക്ഷേ നമ്മൾ എത്രത്തോളം സങ്കടത്തോടെ പ്രപഞ്ചത്തോട് യാചിക്കുന്നുവോ അത്രത്തോളം ആ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം പ്രപഞ്ചത്തിന് നമ്മുടെ വാക്കുകളല്ല മനസ്സിലാകുന്നത്. ആ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആണ് മനസ്സിലാകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്തായിട്ട് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രഹസ്യം പറഞ്ഞുതരാം. പ്രപഞ്ചത്തിന്റെ വാതിൽ തുറക്കുന്ന, പ്രപഞ്ചത്തെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ആ ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. അതാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് വെറും ഒരു വാക്കല്ല, ഇതിന് പിന്നിലെ വലിയൊരു കോൺഷ്യസ് സയൻസും ലോ ഓഫ് അട്രാക്ഷൻ നിയമവുമുണ്ട്. ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നിങ്ങളുടെ ലൈഫ് ഉറപ്പായും മാറുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ പലരും വിചാരിക്കും, എന്താണ് സാർ, നമ്മൾ സാധാരണ പറയുന്ന താങ്ക്സ് അല്ലെങ്കിൽ നന്ദി എന്ന വാക്കാണോ ഇത്ര വലിയ സംഭവം? അതേ സുഹൃത്തെ, ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമമാണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ഫ്രീക്വൻസിയാണോ ഉള്ളത്, അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളെ മാത്രമേ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും എനിക്കതില്ല, ഇതില്ല, എന്നെ എല്ലാവരും ഇട്ടുപോയി, ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എനർജി ലെവൽ ലാക്ക് അല്ലെങ്കിൽ അഭാവം എന്ന നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. പ്രപഞ്ചത്തിന്റെ നിയമപ്രകാരം നിങ്ങൾ അഭാവം കാണിച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ അഭാവം തരുന്ന സാഹചര്യങ്ങളെ മാത്രമേ തിരിച്ചു തരൂ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ചെറിയ നല്ല കാര്യങ്ങളെ ഓർത്ത് പൂർണ്ണമായ ഹൃദയത്തോടു കൂടി പ്രപഞ്ചമേ നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിടുന്ന സിഗ്നൽ, എൻ്റെ കയ്യിൽ ഓൾറെഡി എല്ലാം ഉണ്ട്, ഞാൻ ഹാപ്പിയാണ് എന്ന ഫ്രീക്വൻസിയാണ്. അതാണ് അബണ്ടൻസ് ഫ്രീക്വൻസി. നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധി ഉണ്ടെന്ന് പ്രപഞ്ചം തിരിച്ചറിയുമ്പോൾ പ്രപഞ്ചത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. കൂടുതൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. മനുഷ്യന്റെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളെ മാത്രമേ നമ്മുടെ തലച്ചോറ് വലുതാക്കി കാണിക്കൂ. ഇതിന് സൈക്കോളജിയിൽ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നും ബോറടിയായ ഒരു ദിവസമാണ്, എനിക്ക് വലിയ കടബാധ്യതയുണ്ട്, എൻ്റെ പ്രണയം തകർന്നു എന്നൊക്കെ ചിന്തിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് ദിവസം മുഴുവൻ നിങ്ങൾക്ക് സങ്കടം തരുന്ന കാര്യങ്ങളെ മാത്രമേ തിരഞ്ഞുപിടിച്ച് കാണിക്കൂ. നേരെ മറിച്ച് എനിക്ക് ജീവിക്കാൻ നല്ല ശരീരമുണ്ട്, ശ്വസിക്കാൻ വായുവുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, പ്രപഞ്ചമേ നന്ദി എന്ന് പറയുമ്പോൾ ഈ വാക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ ഫോക്കസ് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറ്റും. നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം മാറും, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. ആ ആത്മവിശ്വാസം നിങ്ങളെ പുതിയ വിജയങ്ങളിലേക്ക് നയിക്കും. ഒരു വാക്ക് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് സംസാരിക്കാം. നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആന്തരികമായി ആറ്റങ്ങളും ഊർജ്ജ തരംഗങ്ങളും മാത്രമാണ്. ജപ്പാനിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മസാരു ഇമാട്ടോ വെള്ളത്തിനെ കുറിച്ച് നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിനോട് താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന് സ്നേഹത്തോടെ നിരന്തരം പറഞ്ഞു. മറ്റൊരു ഗ്ലാസ് വെള്ളത്തിനോട് എനിക്ക് നിന്നെ വെറുപ്പാണ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. ശേഷം ഈ രണ്ട് വെള്ളത്തിന്റെയും തന്മാത്രകളെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ശാസ്ത്രലോകം ഞെട്ടിപ്പോയി. നന്ദി എന്ന് പറഞ്ഞ വെള്ളത്തിലെ തന്മാത്രകൾ മനോഹരമായ ഡയമണ്ട് ക്രിസ്റ്റലുകൾ പോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ വെറുപ്പ് പറഞ്ഞ വെള്ളത്തിലെ തന്മാത്രകൾ കറുത്ത് കരിഞ്ഞ് വിരൂപമായിട്ടാണ് കണ്ടത്. സുഹൃത്തെ, നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. നിങ്ങൾ ഓരോ തവണയും പൂർണ്ണമായ വികാരത്തോടെ പ്രപഞ്ചത്തോട് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും റീപ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്നത് അവിടെയാണ്. ആ ഉയർന്ന ഊർജം നിങ്ങളുടെ പ്രണയത്തെയും നിങ്ങളുടെ കരിയറിനെയും നിങ്ങളിലേക്ക് തനിയെ ആകർഷിക്കും. എനിക്കറിയാം സുഹൃത്തെ, ജീവിതം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും
കടം വന്ന് നെഞ്ചു പൊട്ടുമ്പോഴും അല്ലെങ്കിൽ സ്നേഹിച്ചാൽ ഇട്ടു പോകുമ്പോഴും തകർന്നിരിക്കുമ്പോഴും നന്ദി പറയുക അത്ര എളുപ്പമല്ല. പക്ഷേ അവിടെയാണ് യഥാർത്ഥ മാജിക് ഇരിക്കുന്നത്. നിങ്ങൾ ഇട്ടുപോയ ആ വ്യക്തിയെ ഓർത്ത് അവർ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് കരയുന്നതിനേക്കാൾ പകരം അവർ എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി, എന്നെ ശക്തനായ മനുഷ്യനാക്കി മാറ്റിയതിന് പ്രപഞ്ചമേ നന്ദി എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. പരാജയങ്ങളിൽ നിന്ന് നന്ദി പറയാൻ പഠിക്കുന്ന നിമിഷമാണ് നിങ്ങൾ ആ നെഗറ്റീവ് സാഹചര്യത്തെക്കാൾ മുകളിലേക്ക് വളരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ കടുംപിടുത്തവും വാശിയും അലിഞ്ഞു പോകും. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ എപ്പോഴാണോ ആ അമിത വാശി വിടുന്നത്, അപ്പോഴാണ് പ്രപഞ്ചം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറന്നു തരിക. പോയ റിലേഷൻഷിപ്പിനേക്കാൾ മനോഹരമായ പ്രണയവും തകർന്ന കരിയറിനേക്കാൾ വലിയ വിജയവും പ്രപഞ്ചം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് ലിവിങ് ഇൻ ദ എൻഡ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭാവിയിൽ നടക്കാൻ പോകുന്നതല്ല, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ജീവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വീട്, നിങ്ങളുടെ കരിയറിലെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി അതിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെ പ്രപഞ്ചത്തോട് നന്ദി പറയും. ആ നന്ദി നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം. പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിച്ച ആ മനോഹരമായ ജീവിതം എനിക്ക് നൽകിയതിൽ ലക്ഷക്കണക്കിന് നന്ദി എന്ന് നിങ്ങൾ പറയുമ്പോൾ, സംശയങ്ങൾ ഇല്ലാതെ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളുടെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. പ്രപഞ്ചത്തിന്റെ ടൈമിങ്ങിൽ വിശ്വസിക്കും. സംശയമുള്ളിടത്ത് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. നിങ്ങൾ നന്ദിയുള്ളവരാക്കും. ബാക്കിയെല്ലാം പ്രപഞ്ചം നിങ്ങളുടെ കാൽക്കീഴിൽ എത്തിച്ചു തരും. അപ്പോൾ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ചെറിയ നല്ല കാര്യങ്ങളെ ഓർത്ത് ഇന്നു മുതൽ നമുക്ക് പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു തുടങ്ങാം. ഈ ഒരു വലിയ പ്രപഞ്ച സത്യം നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കും. അവരും ഈ രഹസ്യം മനസ്സിലാക്കട്ടെ. അടുത്ത പവർഫുൾ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.